നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? മീൻ പിടിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് വൈക്കത്ത് പാലേക്കാരി ടൂറിസത്തിലാണുള്ളത്. കാണാമോ? ഹായ്. ഓക്കെ, അപ്പൊ നമ്മളെത്തി ടിക്കറ്റ് എടുത്തോണ്ടിരിക്കാം. നല്ല കാറ്റാട്ടോ, ഒന്നും കേക്കത്തില്ല പറഞ്ഞ. ആണെന്ന് പറയുന്നു. ഇനി കൊച്ചിന് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. പിള്ളേർക്ക് കളിക്കാനൊരു സ്ലൈഡ് ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ അതിൽ കയറാൻ പോകാൻ തോന്നുന്നു. കൈവിട് കൈവിട്. ആ മതി. നമ്മള് മീൻ പിടിച്ചു. ചൂണ്ട ഉണ്ട്. ചൂണ്ട വെച്ച് നമ്മള് ഒരു 4-5 മീൻ കാണിച്ചേ ഉണ്ണിക്കുട്ട കാണിച്ചേ. ചെറിയ മീനുകള് പിന്നെ ഒരു ചത്ത്. കോലാൻ ചത്തടാ. ബൈ ഹാൻഡ് വിടണ്ട, അങ്ങോട്ട് ഒഴിക്കാൻ. അതിനെ വിടുവാ. വിട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഓഫ് ഫിഷിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാവോ? ഫുഡ് കഴിക്കാൻ പോവാണേ. പരസ്പരം വീഡിയോ എടുക്കുന്നു. ഹലോ ഗായ്സ്. അവള് ഹലോ ഗായ്സ് പറയും. അങ്ങോട്ട് വരുന്നേ. ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ പോവാട്ടോ. ഇവിടെ നമ്മൾ എൻജോയ് ചെയ്തു, ഫിഷിംഗ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത്, ഒരു സ്റ്റേക്കേഷൻ പോലെയാണ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് നമുക്ക് പോകാം. മിന്നൽ വള ഇട്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് കുമരകമാണ് ചൂസ് ചെയ്തത്. കുമരകത്തുള്ള കൊക്കോബേ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. സോ റിസോർട്ടിലേക്ക് പോകാനായിട്ട് ബൈ റോഡ് വേ ഇല്ല. അപ്പം നമ്മളിങ്ങനെ വള്ളത്തിലാണ് അവർ കൊണ്ടുപോകുന്നത്. ഇത് റിസോർട്ടുകാരുടെ വക തന്നെയാണ് വള്ളം. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ചെറിയൊരു തോട്ടിലൂടെ ഇതുപോലെ വള്ളത്തിൽ നമ്മളെ റിസോർട്ടിൽ കൊണ്ടുപോകും. പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റിസോർട്ടിൽ. ഹോട്ടലല്ല. നമ്മള് ഫൈനലി കുമരകത്തുള്ള കൊക്കോബേ റിസോർട്ടിൽ റീച്ച് ചെയ്തു. റൂമിലേക്ക് പോവാ ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്നല്ലേ നല്ലത്. സതീഷ് ചേട്ടൻ ബാക്ക്ഗ്രൗണ്ടിൽ JBL മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്താണ് കേട്ടോ, ബ്ലൂടൂത്ത് സ്പീക്കറിൽ. അതുകൊണ്ട് നല്ല വൈബായിരുന്നു.
യോഗയാണോ? നടന്നു വാ പൊന്നെ, നടന്നു വാ. ഞാൻ കണ്ടു. അതെ അവള് ചെയ്ത് നോക്ക. തല വെച്ച് പിടിച്ചോ അച്ഛ പിടിച്ചിരുന്നോ? അച്ഛ നീന്തടി. എങ്ങനെയുണ്ട് തണുപ്പ്? അച്ഛൻ നീന്തുന്നു. അങ്ങനെ നമ്മൾ ചെന്നപാടെ സ്വിമ്മിംഗ് പൂളിലൊരു കളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാനായിട്ട് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചു. എന്നിട്ട് നേരെ ഡിന്നർ കഴിക്കാനായിട്ട് പോയി. ഡിന്നർ കഴിക്കാൻ പോകുന്നവർക്ക് അവിടുത്തെ റിസപ്ഷനിൽ ഇതുപോലെ കളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കളിച്ചു, ഡിന്നറൊക്കെ കഴിച്ചു. അതിൻ്റെ ഷോട്ട് ഞാൻ എടുത്തില്ല. എന്നിട്ട് നമ്മൾ നേരെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ റൂമിൽ വന്ന്. പിന്നെ പിറ്റേ ദിവസം രാവിലെ കുഞ്ചു വീണ്ടും പൂളിൽ ഇറങ്ങി. മോൻ കഴിയില്ല, പല്ല് കഴിച്ചില്ല. പഞ്ചസാരയാണ് പറഞ്ഞോണ്ട് ചെയ്യും. ഷെല്ല് കളയുന്നു. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് തലേദിവസം ഓപ്ഷൻസ് പറയാം. കാരണം ഗസ്റ്റ് കുറവായതുകൊണ്ട് ബൂഫേ അല്ല. ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ബൂഫേ സെറ്റ് ചെയ്യാം. പക്ഷേ എല്ലാം ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അവർ തന്നെ ചോയ്സസ് തരും, നിന്ന് ഇഷ്ടമുള്ളത്ര നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് പാക്കൊക്കെ ചെയ്ത് ചെക്കൗട്ട് ചെയ്ത് വീട്ടിലേക്ക് പോരുവാണ് ചെയ്തത്. അങ്ങനെ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നമ്മൾ തിരിച്ച് വീണ്ടും വള്ളത്തിൽ ചേട്ടൻ വന്ന് നമ്മളെ തിരിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവിടുകയാണ് ചെയ്തത്. അപ്പോൾ അത്ര ഉള്ളായിരുന്നു നമ്മുടെ വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.